അങ്ങനെ പവനായി ശവമായി. ഒരു തേമ്പങ്ങ് തേപ്പിയാലല്ല ഇരിക്കുന്നു നോക്കിയേ കാർക്കോടകൻ. പാവം. പാവോ? എന്തു പാവം? മക്കളെ പറ്റിച്ച് വീട് വെക്കാൻ നോക്കി ഇയാളോ ഫ്രോഡ്? മക്കള് ഈ സാധുവിനോട് ഉപേക്ഷിച്ചിട്ട് പോയതാ മകൻ. ഇവനൊക്കെ ഒരു പട്ടിയെ പോറ്റുന്ന ചെലവുണ്ടാവില്ലല്ലോ സ്വന്തം തന്തയെ പോറ്റാൻ. കോട്ടും സൂട്ടും ഇട്ട് മറയ്ക്കാനാവില്ല മോനെ, സത്യം. കള്ളം കാണിക്കാൻ ശ്രമിച്ചതാ. കള്ളം കാണിച്ച് രക്ഷപ്പെടാൻ ഒന്നിനും എളുപ്പവഴിയില്ലെന്ന് വീണ്ടും തിരിച്ചറിഞ്ഞു. നിങ്ങളോട് ചെയ്ത തെറ്റിന് ശിക്ഷ എന്താണെന്ന് വെച്ച് തരാം. തല്ലരുത്. വേദന ഭയന്നല്ല. ചത്തുപോയാലേ നിങ്ങൾ കുട്ടികൾ പിടിയില്ല. അത് വേണ്ട. എങ്ങോട്ടാ അറിയില്ല. റെയിൽ പാളങ്ങളുണ്ടല്ലോ നീണ്ടു കിടക്കുന്നു. അത് യാത്ര പോകാനും യാത്ര അവസാനിപ്പിക്കാനും രണ്ടിനും പറ്റും. ഏതെന്ന് തീരുമാനിച്ചിട്ടില്ല. ജോയേ, ഓ ധാരാ വരുന്നേ നോക്ക്. എന്തായാലും അഡ്വാൻസ് കൊടുത്ത് 5 രൂപ തിരിച്ചു കിട്ടിയോ? ഓഹോ, ഞാനാരാ മോൻ? എങ്ങനെയായിരുന്നു രായനക്ക? സെന്റിന് 7.5 പാർട്ടിക്ക്, 9.5 വിൽപ്പന, 2 ലക്ഷം രൂപ സെന്റിന്, മൊത്തം 65 സെന്റ് സ്ഥലം, 1,30,00,000 ലാഭം. ബലൂണ് പൊട്ടിയ പോലെ ആയില്ലടാ. തെങ്ങിന്റെ മേലേക്ക് പാഞ്ഞു കയറിയ ചരിത്രമല്ലേ നമ്മക്ക്. കൈക്കും കാലും തളപ്പിട്ട് വളരെ സൂക്ഷിച്ചു വേണം ഓരോ അടിയും കയറാൻ. ആരാ എനിക്ക് ഒരു കച്ചവടത്തിന് ഇറങ്ങുമ്പോ ലാഭം കാണാതിരിക്കും? എല്ലാ കച്ചവടം ഒരുപോലെ നടന്ന ചരിത്രം ഇല്ലല്ലോ ആർക്കും. പിന്നെ റിയൽ എസ്റ്റേറ്റിന്റെ മര്യാദ കേടും അത് രണ്ടും ഞങ്ങൾ പഠിച്ചത് നിങ്ങളുടെ സ്കൂളിൽ നിന്നല്ലേ? അതൊക്കെ ശരിയെന്നെ മോനെ. പക്ഷെ ഇന്ത്യ മഹാരാജ്യത്തെ ചില നിയമങ്ങളൊക്കെ അല്ലേ ഏത് കളിക്കും? എന്റെ രാൻക, ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഡീൽ നിന്നുണ്ടായതല്ലേ? ബ്രിട്ടീഷുകാരുടെ നിന്ന് തിരിച്ചു കിട്ടിയ പ്രോപ്പർട്ടിയുടെ കാര്യസ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കമല്ലേ നമ്മൾ 2 മുറിച്ച് 2 പേരിട്ട് 2 പാർട്ടിയുടെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്തത്? അവിടെ നിന്നാണല്ലോ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന്റെ കള്ളക്കളികൾ നമ്മൾ പഠിച്ചതും ഇന്നും തുടരുന്നതും. മോനെ, ഈ മൂപ്പരെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കല്ലേ. എന്നാലും എനിക്ക് ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തെങ്കിലും പൊട്ടുംപൊളിയും കിട്ടുന്ന സംഗതി വന്നാ ഞങ്ങളെ വിളിക്കാൻ മറക്കണ്ട. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. വാ. ശരി ശരി. അമ്മേ ചായ. ഓ, നേരം വെളുത്തോ നിനക്ക്? മണി ചെയിൻ ജില്ലാ ജഡ്ജിക്ക് പോയത് 75 ലക്ഷം രൂപ. ഓ, ജില്ലാ ജഡ്ജിക്കും പോയോ? ഈ പൈസയൊക്കെ റിയൽ എസ്റ്റേറ്റിൽ ഇടണ്ട എന്റെ ബോസേ. റിയൽ എസ്റ്റേറ്റിൽ ഇട്ടതിന്റെ ഇരട്ടിന്നും പറഞ്ഞ് ഒരു പാവം വീട്ടനെ പറ്റിച്ചോനാ നീ. അതേത് വീട്ടമ്മ? നിന്നെ പറ്റി ഈ അമ്മ തന്നെ. ഓ, അതിപ്പോ ഒരു ആവശ്യം വരുമ്പോ തന്നതിന്റെ 3 ഇരട്ടിയായിട്ട് കയ്യിലേക്ക് വെച്ച് തരില്ലമ്മേ. ഇപ്പൊ അത് മാർക്കറ്റിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കല്ലേ? മാർക്കറ്റിൽ കിടന്ന് ഓടാൻ എന്താണ്ടാ? അത് നായ പൂച്ച മറ്റാണോ? എനിക്ക് ലാഭവും വേണ്ട പലിശയും വേണ്ട, എന്റെ മുതലും കിട്ട് കിട്ടിയാ മതിയേ. ഇത് മുതലോ? ഓ, മുതല്. ഈ മുതല് എന്ന് പറയുമ്പോ ഒരു 3 ലക്ഷം റുപ്യല്ലേ? ഓ, എന്താ പൂച്ച 3 ലക്ഷത്തിനോട്? കുപ്പായത്തിന്റെ കീശ തപ്പിയ 30 ഉറുപ്പ്യ തേച്ചുണ്ടാവില്ലല്ലോ നിന്റെല്. അതിപ്പോ അംബാനിന്റെ കീശ തപ്പിയാലുണ്ടാവില്ല. ഞങ്ങളാരുടെ കയ്യില് ക്യാഷ് ക്യാരിയറില്ലല്ലോ. എങ്ങോട്ടടി രാവിലെ തന്നെ സാരിയൊക്കെ ചുറ്റി? എവിടേക്കും ഇല്ല. പിന്നെ ഒന്ന് ഒരുങ്ങി ഇറങ്ങി മാറിണ്ടല്ലോ. ഇന്നല്ലേ അവര് വരുന്നത്? ആര്? അയ്യോ, എന്റെ പ്രകാശേട്ടാ. അവര് സതീഷിന്റെ വീട്ടുകാര്. ഓ, പെണ്ണ് കാണാൻ. അതിന്നായിരുന്നു. അവര് വരുന്ന പെണ്ണിനെ കാണാനൊന്നും അല്ല, കാര്യങ്ങൾ സംസാരിച്ചൊരു വ്യവസ്ഥയാക്കാനാ ഇന്ന് വെച്ച ഡേറ്റും പിന്നെ മറ്റു കാര്യങ്ങളും. അവർക്ക് അറിയേണ്ടി വരും സ്വർണ്ണം എത്ര, അതിന്റെ പുറം പൈസ എത്ര കൊടുക്കും ഒക്കെ നീ തന്നെ വേണം സംസാരിച്ചുറപ്പിക്കാൻ. എന്നിട്ട് എന്റെ 3 ഉറുപ്പ്യ അതെന്ന് തരും? അതും കൂടി എന്റെ മോനോടൊന്ന് പറയണം. ആ 3ഉം അതിന്റെ കൂടെ നുള്ളി പെറുക്കി വെച്ചത് എന്താന്ന് വെച്ചാ അതും എല്ലാം കൂടെ ചേർത്തിട്ട് വേണത് നടത്താൻ. സത്യത്തിൽ നിനക്ക് കല്യാണപ്രായം ആയോ? അതിന്റെ മറുപടി നീ എന്നെ കൂടെ പറയിക്കല്ലേ. പോയി കുളിച്ചിട്ട് വേടാ, അവരിപ്പോ ഇങ്ങ് എത്തും. കോഴിക്കോട്ട് അങ്ങാടിയിലെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന്റെ ഏക പെങ്ങളുടെ കല്യാണം അന്തസ്സായിട്ട് നടത്തിക്കോളൂ കേട്ടോ. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന്റെ പുക കണ്ടിട്ടേ അമ്മയും മോളും അടങ്ങും.
സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദയവായി അല്പസമയത്തിന് ശേഷം വിളിക്കുക. ഇപ്പോഴും സ്വിച്ച് ഓഫ് അമ്മേ. അവനത് ചെയ്യും. കടലിൽ ചാടിയ കാട്ടിൽ പൊന്തുന്നവനല്ലേ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഈ വീടും പറമ്പും വിറ്റിട്ടായാലും ശരി, കല്യാണം ഞാൻ നടത്തും. ബാക്കിയുള്ള നിന്റെ പേരിൽ ബാങ്കിലിട്ടാ മതിയല്ലോ. നയാ പൈസ ഞാൻ അവന് കൊടുക്കൂല. അതൊരു ബെസ്റ്റ് ഐഡിയ ആണ്. പക്ഷെ അമ്മ എങ്ങോട്ട് പോവും? ഞാൻ കാശിക്ക് പോവും. എന്താടി? അതൊരു പഴഞ്ചൻ ഔട്ട്ഡേറ്റഡ് ഡയലോഗ് അല്ലേ അമ്മേ? സ്ഥലം ഒന്ന് മാറ്റി പിടിക്കേ. ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് തലയിറച്ചം വരുമായിരിക്കും. ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ആരും ഇല്ലേ? ജയപ്രകാശൻ ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഉടനെങ്ങാനും വരുമോ? എന്നുള്ള പ്രതീക്ഷയില്ല ഞാനും അമ്മയും. കേറിയിരിക്കൂ. ഞാൻ അയാളുടെ ഓഫീസിൽ പോയിരുന്നു. അവിടെ നിൽക്കുന്ന ഗണേശനാണ് ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു തന്നത്. മൊബൈലിൽ ഗണേശൻ കുറേ വിളിച്ചു, കിട്ടിയില്ല. കുടിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കപ്പ് ചായ. കഴിച്ചതാണോ? വേണ്ട, ചായ മതി. 2 ഇഡ്ഡലി എടുത്താ ബുദ്ധിമുട്ടാവില്ലല്ലോ? ഏയ് ഇല്ല. എന്താ ഏട്ടനെ കാണാൻ? സ്ഥലം വിൽക്കാനോ വാങ്ങാനോ മറ്റോ ഉണ്ടോ? അങ്ങനെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ തമ്മിൽ കണ്ടതും പരിചയപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ അയാൾ വിചാരിച്ചതെങ്കിൽ പണി ശരിയാവുമെന്ന് അറിയാനാണ് വന്നത്. ഈ പ്രായത്തിൽ എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യാൻ പറ്റിയൊരു പണി. ആളുകൾക്ക് പണി കൊടുക്കാൻ മൂപ്പര് ബെസ്റ്റാണെന്ന് എല്ലാരും പറയാറുണ്ട്. ഈശ്വര, എന്താ? അതെന്റെ ഏട്ടനുള്ളൊരു പണിയാ. എന്നെ പെണ്ണ് കാണാൻ വരുന്ന ടീമാ. ഓക്കെ, ഈ പ്ലേറ്റ് അങ്ങ് എടുത്തു. ആ, അപ്പൊ ചായ? ഏതായാലും വിശപ്പ് മാറിയല്ലോ. ചായ ഒരു തരത്തിലെ അഹങ്കാര, അത് പതുക്കെ മതി. വരിക വരിക. നമസ്കാരം. ഇരിക്ക. മുൻപ് കണ്ടതായി ഇല്ല, നമ്മൾ ആദ്യം. പക്ഷെ നല്ല പരിചയം തോന്നുന്നുണ്ട്. ഇവിടുത്തെ ആരായിട്ട് വരും? ഇവിടുത്തെ ഇരിക്കും മോനെ. പ്രകാശനൊന്ന് പുറത്തേക്ക് പോയി, ഇപ്പൊ വരും. വന്നോട്ടെ, ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങും. ഒരു കാരണവര് BMH ലേശം മോശം കണ്ടീഷനിൽ കിടക്കുന്നുണ്ട്, അവിടെ ഒന്ന് കയറണം. പിന്നെ ഡേറ്റിന്റെ കാര്യം ഇപ്പൊ കണ്ടുവച്ചിരിക്കുന്നത് നവംബർ 26 ശനിയാഴ്ചയാണ്. അന്ന് അവധി ആയതുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കും ചെയ്യാലോ. എന്താ യശോദരെ? ഓ, അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാ, നവംബർ 26 പറഞ്ഞാൽ വൃശ്ചികം 10 ശനിയാഴ്ച തൃക്കേട്ടകയാണല്ലോ. അർക്കാര മന്ദവാരേഷു ക്രിയതേ നാതിശോഭന എന്നാണ്. ശനിയാഴ്ചയും തൃക്കേട്ടയും ഒത്തുവന്നാൽ വലിയ ദോഷ. ഇത് ജ്യോതിഷികളാരെങ്കിലും കുറിച്ച് എന്നാണ്. ഓവ്, അങ്ങനെ വലിയ കേമപ്പെട്ട ആളൊന്നല്ല നമ്മളവിടെയുള്ള. ഒട്ടും ശുഭകരമല്ലാത്ത ദിവസം വൃശ്ചികത്തിലാണെങ്കിൽ നവംബർ 21 തിങ്കളാഴ്ച നോക്കിയാൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി. ഇഷ്ടാഹ കൃഷ്ണാഷ്ടമി ഏറെ നന്നാവും. വേണച്ചാ ഒരു നല്ല ജ്യോതിഷിയായിട്ട് കൺസൾട്ട് ചെയ്തോളൂ. ഓ, അങ്ങനെ ആവട്ടെ. നവംബർ 21 തിങ്കളാഴ്ച. പിന്നെയുള്ള കാര്യം അറിയാലോ. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്ത് കൊടുക്കും? 4 ആള് ചോദിക്കുമ്പോ പറയാനൊരു കണക്ക് വേണമല്ലോ. അപ്പോഴല്ലേ തരക്കാർ തമ്മിലാണ് ബന്ധം ഉറപ്പിച്ചതെന്ന് തോന്നുള്ളൂ.
കാശായി വാങ്ങുന്നതിനോട് ആർക്കും അങ്ങനെ യോജിപ്പില്ല. അതും കൂടി ഓർണമെന്റ്സ് ആയി കൊടുക്കുന്നതാവും നല്ലത്. ഇപ്പോഴും ഈ രീതികളൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് ബഹുവിചിത്രാണേ. രക്ഷിതാക്കൾ തമ്മിൽ ഉറപ്പിക്കുന്ന കച്ചവട ഉടമ്പടിയാണോ സത്യത്തിൽ വിവാഹം? ആണും പെണ്ണും പരസ്പരം മനസ്സറിഞ്ഞെടുക്കേണ്ട തീരുമാനമാകണ്ടേ അത്? അതാണല്ലോ അവര് തമ്മിൽ കണ്ടിഷ്ടപ്പെട്ടതാണല്ലോ ഇതിന്റെ തുടക്കം. എന്നിട്ട് അവരെന്താ ഈ കച്ചവടത്തിൽ ഇടപെടാതെ മാറി നിന്ന് കളഞ്ഞ്? വിൽപ്പനയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ മനസ്സിലെ ഇഷ്ടം മറക്കാൻ തയ്യാറാകുമോ രണ്ടുപേരും? പ്രായമായ ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. മുൻതലമുറ ചെയ്ത് അവരും ആവർത്തിക്കുന്നു എന്ന് മാത്രം. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരുടെ കാര്യമാണ് കഷ്ടം. അവരിനി ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പ് നിന്റെ വീട്ടുകാരുടെ ആസ്തി എത്രയാന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ പിന്നെ കാര്യങ്ങൾ ഈസി ആയല്ലോ. സോറി, ഡൗറിയുടെ കണക്കറിയാൻ വേണ്ടി വന്നതല്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അല്ല, ഒന്ന് വെറുതെ അറിയാനുള്ള അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. അതെ, അറിയണം. കുറഞ്ഞു പോകില്ല എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത തകർത്ത് നമുക്കങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യാം. ഇല്ല സർ, ഞാനാ പറയുന്നത്. ഒരു ഡിമാൻഡും ഇല്ല എനിക്ക്. ഇനിയൊരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്താനാണെങ്കിലും ഞാൻ തയ്യാറാ. കൈ നിറയെ കൊടുക്കുന്ന സ്ത്രീധനത്തിന്റെ പേരിലല്ല, ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ കൊടുക്കുന്ന വാക്കുകളുടെ പേരിലാണ് ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ഫീൽ ചെയ്യുക. ഈ വീട്ടിലെ ആരാ നിന്നോട് ചോദിച്ചു? ആരുമല്ല, ഒരു വഴിപോക്കനെന്ന് കരുതിയാൽ മതി. ഞാൻ പറഞ്ഞത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇല്ല സർ, ഇത് പറഞ്ഞു തരാൻ വേണ്ടി തന്നെയാവും അങ്ങേക്ക് ഇവിടെ വരാൻ തോന്നിയത്. വിശന്ന് വലഞ്ഞ് കയറി വന്ന എനിക്ക് അറിഞ്ഞ് ആഹാരം തരാൻ തയ്യാറായ പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വില കൂടിയ സ്ത്രീധനം. ഇറങ്ങട്ടെ, നല്ലത് വരും. അറിയാം, നമ്മുടെ ഗോൾഡൻ ജെട്ടി കമ്പനി നടത്തുന്ന പാപ്പഞ്ചേട്ടന്റെ ആണിത്. ഇത് വിൽപ്പന എന്നുള്ള കേട്ടത്. ഇതുവരെ ആയിട്ടൊന്നുമില്ല. ഞാൻ കൊണ്ടുവന്ന ഒരു പാർട്ടി അഡ്വാൻസ് കൊടുത്തതാ. അവരെ കൊണ്ട് കൂട്ടിയാ കൂടൂല എന്നൊരു സ്റ്റേജ് വന്നപ്പോ അവരിട്ടിട്ട് പോയി. എന്താ ചോദിക്കുന്നത്? മൂപ്പര് 100 കോടിയിൽ ഒന്നും കുറയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ താഴോട്ട് വന്നു, ഒരു 85-90 അതിലടിക്കും. നിങ്ങൾ രായിക്കാനോട് പറ, ബെഡ ടീം ഉണ്ടെങ്കിലേ നടക്കൂ. വീട്ടിൽ നിന്ന് സജിതയാ. എടുക്കണ്ട, സംസാരിക്കേണ്ട കാര്യം അറിയാലോ. ഞാൻ സജിത കൊടുക്ക സംസാരിക്കേ. അങ്ങനെ സംഗതി സോൾവായി. ഇനി ധൈര്യമായിട്ട് ജെപിയുടെ വീട്ടിലേക്ക് പോന്നോളൂ. സതീഷിന് പൊന്നും വേണ്ട, പണവും വേണ്ട, ഫ്രീ ആയി ഡെലിവറി എടുത്തോളാന്ന്. അതെ, ആ മേനോൻ സാറാട്ടോ രക്ഷിച്ചത്. മൂപ്പര് കാര്യമായിട്ടൊന്ന് പരിഗണിക്കണം. സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തേ, നിനക്ക് ബുദ്ധിമുട്ടായ? എന്നാ പെട്ടിയകത്തേക്ക് റെയിൽവേ റിട്ടയറിംഗ് റൂമിൽ എത്ര കാലം കഴിയും? വിരോധം ഇല്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ കൂടെ കൂടാം. ഞങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോ ഈ മീൻപിടുത്തക്കാരുടെ ലൈനാ. ചിലപ്പോ ചാകര, ചിലപ്പോ കൊടും പട്ടിണി. ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നു എന്ന് അറിഞ്ഞു. നമുക്ക് അന്വേഷിക്കാം. സാറ് വാ. വലിയ ഉപകാരം. ഞാനൊരു ശല്യമായില്ല. ആണെന്നൊന്നും ഇറങ്ങി പോകാൻ പറയാം. ഇതൊരു പ്രത്യുപകാരമാണ്. വലിയ പരാക്രമങ്ങളില്ലാതെ എൻ്റെ അനിയത്തിയുടെ കല്യാണം നടക്കും. അതിന് കാരണം മേനോൻ സാറാ. സിയച്ചേ, ഒരു ജോലിയും താമസ സ്ഥലവും ശരിയാകുന്നവരെ മേനോൻ സാർ ഇവിടെ ഉണ്ടാവും. മുങ്ങാൻ പോകുന്ന വള്ളത്തിൽ കയറുമ്പോ ടിക്കറ്റ് ഉണ്ടോന്ന് ആരും ചോദിക്കില്ലല്ലോ. കേറട്ടെ. പക്ഷെ സാറിന്റെ വരവ് ഒരു ലക്ഷണം കിട്ട ദിവസമായി പോയി. എന്തു പറ്റി? വിരാജ്പേട്ടെന്ന് സാമൂലേട്ടൻ വിളിച്ചിരുന്നു. ഷീലാകോശിന്റെ തോട്ടം ഇരിട്ടിയിലുള്ള ഏതോ ടീം കച്ചവടാക്കിയിരുന്നു. എന്ത് പണി അവര് കാണിച്ചത്? തോട്ടം വിൽക്കാനുള്ള ഓതറൈസേഷൻ നമുക്ക് ഒപ്പിട്ട് തന്നിട്ട്. ഓതറൈസേഷൻ കത്തിച്ചിട്ട് ഗണേശനോടൊരു കട്ടൻ ചായ ഉണ്ടാക്കാൻ പറയാം.
2.5 കോടി ഉറുപ്പിക കമ്മീഷൻ കിട്ടേണ്ട കച്ചവട. ഉമ്മക്ക് രായനിക്കടൻ ജോയേട്ടന്റെ ഷെയ്ഡിന്ന് രക്ഷയില്ലെന്ന് തോന്നുന്നത്. അവരൊന്ന് വിളിച്ചാലോ ആ ശീലാകോശിയെ? ചെയ്തത് മര്യാദകേടായപ്പോന്ന് പറയെങ്കിലും ചെയ്യാലോ, ഒരു മനസമാധാനത്തിന്. വിളിക്കുകയല്ല, പോയി കാണുകയാണ് വേണ്ടത്. പോകുമ്പോൾ നിങ്ങളുടെ കയ്യില് ഒരു പ്രീ ഡേറ്റഡ് സ്റ്റാമ്പ് പേപ്പറിൽ തോട്ടം മറ്റൊരാൾക്ക് വിൽക്കാൻ തീരുമാനമായതായി എഴുതണം. അയാൾ ഷീലാകോശിയുടെ പേർക്ക് തന്ന ഒരു അഡ്വാൻസ് തുകയുടെ ചെക്കും വേണം. ഒന്നും അറിയാത്ത ഭാവത്തിൽ അത് അവരുടെ മുമ്പിലേക്ക് വെക്കുക. അതേതായി അയാള്? അങ്ങനെ ഒരാളില്ലല്ലോ. ഉണ്ടല്ലോ, ഞാനാണ് ആ ബയർ. അപ്പൊ ചെക്ക്? നമ്മുടെ പഴയ ചെക്ക് ബുക്ക് എൻ്റെ പെട്ടിയിലുണ്ട്. ഐ ഡി ബാങ്കുകാരുടെ തപ്പിയ സ്റ്റാമ്പ് പേപ്പറും കാണും. അതിന് സ്ഥലം വിറ്റുപോയെന്നവര് പറഞ്ഞാലോ? പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ചെയ്ത വിശ്വാസ വഞ്ചനയാണ്. അതിന് കോമ്പൻസേഷൻ കിട്ടണം, അല്ലെങ്കിൽ കോടതി കയറ്റുമെന്ന് പറയണം. വിൽപ്പന മുടങ്ങുമെന്ന് ബോധ്യപ്പെട്ട് അവർ തന്നിരിക്കുന്ന നഷ്ടപരിഹാരം എന്ത് ചോദിക്കാം? 50, 25 കിട്ടിയാൽ വാങ്ങിച്ചിട്ടെങ്കിൽ പോകണം. അത് ശരിയാണോ? ഒരു പാവാണത്. ആ ചിന്ത 4 മടക്കി പോക്കറ്റിലിട്. മുങ്ങുന്ന തോണിയിൽ നിന്ന് കിട്ടുന്ന കച്ചിത്തുമ്പെ പിടിച്ച് രക്ഷപ്പെടാൻ നോക്ക്. 2.5 കോടിക്ക് പകരം കിട്ടുന്നത് വെറും 25 ലക്ഷമാണല്ലോ എന്ന നഷ്ടബോധം മാത്രമേ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. ഇത്രയും കാലം എവിടെയായിരുന്നു? നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ബെറ്റർ ഓഫർ വന്നാൽ ഞങ്ങൾ ഉറപ്പിക്കുന്നു. അതെ, അതിന് ഞങ്ങളിപ്പോ വെറും കൈയായിട്ടല്ല കയറി വന്നത്. ഏക്കറിന് 20 ലക്ഷം വെച്ച് പാർട്ടിയായിട്ട് ധാരണയായി. 25 ലക്ഷത്തിന്റെ ടോക്കൺ അഡ്വാൻസ് മൂപ്പര് തന്നിട്ടുണ്ട്. എന്താ? പക്ഷെ ജയപ്രകാശ്, ഞങ്ങള് വാക്ക് പറഞ്ഞു പോയല്ലോ. പിന്നെ ഒരു ചെറിയ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് അവര് തന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു വാക്ക് ഞങ്ങളെ വിളിച്ച് പറയണമായിരുന്നു. അത് തെറ്റായി പോയി, ഐ അഡ്മിറ്റ്. മാഡം, ഈ മേനോ സാറിനോട് മാഡം തന്നെ നേരിട്ട് സംസാരിക്കും. മൂപ്പർ ഒഴിയാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. അതെങ്ങനെ പോവും? മേനോൻ സാർ ഒഴിയൊന്നുമില്ല. നീ മിണ്ടായിരിക്കും. ആ ഗണേശ, നീ മേനോ സാറിന് ഒന്ന് കൊടുക്ക്. സാർ ജയിപ്പേട്ടന് ഇതാ. നിങ്ങൾ നുണ പറയുകയാണെന്ന് ആരും പറഞ്ഞില്ല ജയപ്രകാശ്. ഹായ്, മേഡം ഒന്ന് സംസാരിക്കേ. ഞാൻ സ്പീക്കറിലിടാം. Good morning, Mrs. Koshi. I presume you have received the check that I had entrusted with Mr. Jayaprakash towards the payment on your property. I must say, Mrs. Koshi, from whatever little I have seen through photographs, you have excellent taste. And I'm really looking forward to spending time with my family in your estate. I'm leaving to Europe on a business tour, beginning of next month. And I'm hoping we are through with the formalities before that. In the meanwhile, Mr. Jayaprakash will act on my behalf for your benefit on all discussions regarding the same. Okay, hope to see you soon, Mrs. Koshi. Good day. കേട്ടല്ലോ മാഡം, കോടീശ്വരനാ, അതുപോലെ കുഴപ്പക്കാരനും. ഈ തോട്ടം കൈവിട്ടു പോയെന്നറിഞ്ഞാൽ ഞങ്ങളെ തട്ടിക്കളയാൻ കൊട്ടേഷൻ കൊടുക്കാൻ പോലും മൂപ്പര് മടിക്കില്ല. ഈ മാലിദ്വീപിലൊക്കെ അണ്ടർവേൾഡായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്നാ പറയുന്നതേ. മേനോൻ സാറിന് ആശിച്ച തോട്ടം കിട്ടിയില്ല എന്നുള്ളൂ. ഞങ്ങളുടെ കാര്യം ഓർത്ത് നോക്ക്, ഏതാണ്ട് 2.5 കോടി കമ്മീഷൻ കിട്ടേണ്ട കച്ചവടമായിരുന്നു. അതെ, മേനോ സാറിനോട് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ കാല് വീണ് കരഞ്ഞിട്ടെങ്കിലും തണുപ്പിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും കിട്ടാണ്ട് പോയാല് ഒരു കോമ്പൻസേഷൻ തന്നിട്ട് ഒഴിവാക്ക്. ശരി, ഹൗ മച്ച്? എന്തിനു മാഡം? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇയാള് എന്നാ ശരി, മാഡം ഒപ്പിട്ടെന്ന് ഈ പേപ്പർ മതി വിൽപ്പന തടയാൻ. അത് ചെയ്യണോ? CH, നീ അങ്ങനൊന്നും ചിന്തിക്കല്ലേ. മേഡം എന്തെങ്കിലും തരും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ 50 ലക്ഷം കിട്ടാണ്ട് ഈ കച്ചവടം മുതലാവും. അയ്യടാ, ന്യായമായിട്ട് നമുക്ക് അത്രയെങ്കിലും കിട്ടേണ്ടതാണെങ്കിലും കുറയ്ക്കണമെന്ന് മേഡം പറഞ്ഞപ്പോ കുറയ്ക്കണ്ടേ? അതുകൊണ്ട് നീ ഒരു ഫിഗറിന്റെ മുകളിൽ വാശി പിടിക്കരുത്, അത് മോശമാണ്. ഞാനിപ്പോ പറയാൻ പോകും. ഇവന്മാരാണോ ആ പറഞ്ഞ ബ്രോക്കേഴ്സ്? എന്താടോ ഭയങ്കര ത്രട്ടനിങ് ആന്ന് പറഞ്ഞു. വരൂ. വക്കീല് വന്നു, പുറകെ പോലീസ് വരുമോ?
പണി പാളവും തോന്നിയ സിയച്ചേ ഞാൻ ഓടും. ഓടിയ കർണാടക പോലീസാ കല്ലെറിഞ്ഞ് വീഴ്ത്തിയിട്ട് പിടിക്കും. എന്തായിരുന്നു 50 ചോദിക്കണം, 25 കിട്ടിയാ വാങ്ങിക്കണം. എന്റെ മേനോനെ കൊലയ്ക്ക് കൊടുക്കാനായിരുന്നു പ്ലാൻ. വണ്ടിക്കൂലി കിട്ടിയാ വാങ്ങിച്ചിട്ട് പോവായിരുന്നു. എന്നാ അത് ചോദിച്ചാലോ? രജിസ്ട്രേഷൻ തടസ്സപ്പെടുത്താൻ ഡോക്ടർ ഒപ്പിട്ട് കൊടുത്ത സെയിൽ ഓതറൈസേഷൻ ധാരാളം മതി. asking for 50 lakhs. പകുതി കൊടുക്കേണ്ടി വരും. എന്നിട്ട് ആ പേപ്പേഴ്സ് ഇങ്ങ് മേടിക്കാം. 25 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമുണ്ടോ? ഇവന്മാര് കോടതിയിൽ പോയാൽ നമ്മളെ ഇട്ടൊന്ന് വട്ടം കറക്കാൻ പറ്റും. കുറച്ചു കാലം അതിന്റെ പുറകെ പോകേണ്ടി വരും. അത്രേ ഉള്ളൂ. അതിനൊന്നുമുള്ള സമയമില്ല. കൊടുത്തേര് എത്രയെന്ന് വെച്ചാ. ഭീഷണിക്ക് വഴങ്ങിയിട്ടൊന്നുമല്ല, ഒരു ശല്യം ഒഴിവാക്കാനാ. നിങ്ങളുടെ കയ്യിലുള്ള ആ പേപ്പർ തിരിച്ചു തരണം. ഞാൻ തയ്യാറാക്കുന്ന പേപ്പറിൽ ഒപ്പിട്ട് തരികയും വേണം. 25 രൂപ തരും. 25 എന്ന് പറഞ്ഞ 25 lakhs. അതെ, 25 lakhs. അത് മതിയാവോ? അത് മതിയാക്കണം. നെഗോസിയേഷന്റെ ചീപ്പ് ടോക്ക് വേണ്ടെന്ന് കരുതിയ തരാൻ പറ്റുന്നൊരു എമൗണ്ട് പറഞ്ഞു. അതിപ്പോ അത്ര മതി നിങ്ങൾ വെക്കും ഞങ്ങള്. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? അതെ അതെ അതെ. 25 ലക്ഷം, 1/4 കോടി ഇന്ത്യൻ റുപ്പി. ഡീനോട് നമ്മളൊരു വാക്ക് പറയണായിരുന്നു, അത് ഫാൾട്ടായി പോയി. പറഞ്ഞിരുന്നെങ്കില് ഈ പണം ഷീലാകോശിയുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ കിടക്കുമായിരുന്നു. നിങ്ങൾ രണ്ടും പഴയ ദാരിദ്ര്യത്തിന്റെ വട്ടപൂജ്യത്തിനകത്തും. നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടും എന്നൊക്കെ പാടിയത് വെറുതെ അല്ല, അതൊരു വലിയ സത്യമാണ്. ഈ 25 ലക്ഷം റുപ്യ ജയിച്ചിട്ട് ഫ്രീ ആയി തന്നേക്കന്റെ പ്രശ്നങ്ങളൊക്കെ തീരൂലേ? എവിടെ തീരാൻ? ലേശൊരാശ്വാസം ഉണ്ടാവും. എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നെ ആരും ഒരു പണിക്കും പോകില്ല. ഈ 25 ലക്ഷം റുപ്യ ആരെങ്കിലും അടിച്ചോണ്ട് പോയാ ഇക്കക്ക് വലിയ ഫീലിംഗ് ആയിരിക്കില്ലേ? ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്താ ഒരു ഫീലിംഗ്? നിന്റെ ശവടക്ക് എനിക്ക് കൂടാൻ പറ്റില്ലല്ലോ. നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയില്ലേ? ലേശം അങ്ങോട്ട് മാറിക്ക്, എണ്ണം തെറ്റിക്കാൻ. എപ്പോഴും എണ്ണിയാ അത് കൂടുവൊന്നുമില്ല സിയച്ച. ഒരു സുഖം. എത്ര കാലം ഇതിവിടെ ഇങ്ങനെ നിക്കുന്ന അറിയില്ലല്ലോ. ടച്ചിങ്ങിന്റെ ഒരു സുഖം. അത് പറഞ്ഞപ്പാ ജയിക്കേട്ടാ, ടച്ചിങ് തന്നെ വാങ്ങണ്ടേ? നന്നാവും, ഞാൻ വാങ്ങിയരാ. പോ. എന്ത് ജന്മം. ഇന്റർനെറ്റ് ശരിയായോ സാർ? ശരിയായി ഗണേശ. പണ്ട് ഇതിന് കണക്ഷൻ ഉണ്ടായിരുന്ന മാസാമാസം ബില്ല് വരുന്നതേ ഇവിടുത്തെ മുതലാളിമാർക്ക് പിടിക്കൂല, അങ്ങനെ കട്ടായതാ. ഇനി നമുക്ക് കൃത്യമായിട്ട് ബില്ലടയ്ക്കാം. യെസ്, മേ ഐ കം ഇൻ? ഇംഗ്ലീഷ് അറിയാത്ത ആരാന്ന് തോന്നുന്നു. എന്തേ? അപ്പച്ചൻ. അപ്പച്ചനോ? ഹൗസ് അപ്പച്ചനല്ലേ, സൈക്കിൾ ഷാപ്പിലെ. മൂപ്പര് 2 ദിവസമായിട്ടില്ല, അതാ മുറി. അല്ല, ഇവിടേക്ക് വരാനാ പറഞ്ഞേ. ഈ വിലാസോ തന്നെ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അയ്യോ, അതാരാപ്പത്? ചന്തുകുട്ടിയാണോ നമ്മളെ കേട്ടി? ഗണേശ, അവരെ അകത്തേക്ക് വിട്. മേനോൻ സാർ അപ്പച്ചനോ? ഇനിയിപ്പോ അപ്പച്ചൻ മേനോൻ എന്നാണോ പേര്? അപ്പച്ചൻ 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 അപ്പച്ച അപ്പച്ചൻ മേരി അപ്പച്ചൻ മേരി. കണ്ടു. എന്താ താമസിച്ചേ? ബസ് 2-3 മാറി കയറി. പിന്നെ ഇവനെയും കൊണ്ടല്ലേ അപ്പച്ച വരുന്നേ. അടങ്ങി നിക്കേയില്ല, ഇരിക്കേയില്ല. അപ്പച്ചൻ മേരി അപ്പച്ചൻ. എങ്ങനുണ്ട് അപ്പച്ച കാലിന്റെ വയ്യായിക? അതങ്ങനെ. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതാ. എനിക്ക് പൊറോട്ടയും ഇറച്ചിയും വേണം. ഇറച്ചിയും പൊറോട്ടയും, പൊറോട്ടയും ഇറച്ചിയും. ഗണേശ, കാശുണ്ട് സാർ, ഞാൻ വാങ്ങിച്ചോളാം. പൊറോട്ടയും ഇറച്ചിയും. തരി ഒന്ന് അടങ്ങിയിരി. പൊറോട്ടയും ഇറച്ചിയും. മൂപ്പരുടെ മോനും മോളോ? മേനോൻ എങ്ങനെ ക്രിസ്ത്യാനി മക്കള്?
ഇട പിള്ളേരുണ്ടാക്കാൻ ജാതി മതവും തടസ്സമല്ല, ഉണ്ടായ പിള്ളേരുടെ ജാതിയെ പ്രശ്നമാകൂ. ഈ ചങ്ങായിയാളൊരു സസ്പെൻസ് ത്രില്ലനാട്ടോ. എന്താണ് നിങ്ങളുടെ അമ്മച്ചിയുടെ വീട് വിട്ടിറങ്ങിയ ശേഷം കിടപ്പ് തന്നെയാ. കുര്യാക്കോസ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? പലപ്പോഴായി വാങ്ങിയത് 6 ലക്ഷം ഉറുപ്പിക. പലിശയും പലിശയുടെ പലിശയായി ഇപ്പൊ അത് 25 ലക്ഷം ആയിന്ന. അത് കൊടുത്താലേ വീടിന്റെ ആധാരം തിരിച്ചു തരൂന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മതി അവിടുത്തെ പൊറുതി എന്നും പറഞ്ഞു. വീട് പൂട്ടി താക്കോലും കൊണ്ടങ്ങ് പോയി ഒരു ദിവസം. പിന്നെ അവിടെ നിൽക്കാനുള്ള നാണക്കേട് കൊണ്ടാ കൂട്ടുപുഴയിലെ മാത്തുപ്പാപ്പന്റെ അവിടേക്ക് പോയത്. ഇപ്പൊ പാപ്പന്റെ ചായക്കടയുടെ ഒരു ഭാഗത്ത് കിടക്കുന്നു. അവിടെ പാത്രം മോറലും കുശിനിപ്പണി. 3 നേരം ആഹാരം കിട്ടും. അപ്പച്ചനൊന്ന് വന്നാ എന്തെങ്കിലും കുറച്ച് കാശ് കൊടുത്താ കുര്യാക്കോസ് മുതലാളി വീട് തിരിച്ചു തന്നേനെ. ഞാൻ ഇന്ന് വീട്ടിൽ പോകുന്നില്ല. 25 അവരുടെയും പ്രശ്നം. നീ ഇതിനകത്ത് കിടന്നോ, നാളെ രാവിലെ വിളിക്കാം. സാറേ ഫുഡ് റെഡി. ആ കഴിക്കും. പൊറോട്ട ഇറച്ചി കേട്ട് കൊച്ചേ, മിണ്ടാതിരിക്കെ. പൊറോട്ട ഇറച്ചി ഇത്തിരി വെള്ളം കിട്ടുമോ? അതിനെന്താ അപ്പച്ച പൊറോട്ട ആടി മേടിക്കുവേ. പൊറോട്ട ഇറച്ചി തരാൻ കൊച്ചേ. പൊറോട്ട ഇറച്ചി കഴിക്കുക. ഇന്നിവിടെ കിടന്നിട്ട് രാവിലെ പോവാം. നാളെ പോവാമേ. ശരി, സമ്മതിച്ചു. പിടിക്കേ. നാളെ പോവാമേ. നാളെ പോവാ. നാളെ പോവാമേ. പൊറോട്ട ഇറച്ചി. ശരി, എടുക്കട്ടെ. പൊറോട്ട ഇറച്ചി. മക്കളാ, ഒരു ജന്മത്തിൽ കെട്ടിയാടാൻ നിരവധി പ്രച്ഛന്ന വേഷങ്ങൾ. അതാണ് മാമ്പറത്ത് ഗോപാലമേനോൻ അച്യുതമേനോന്റെ യോഗം. ഇവർക്ക് ഞാൻ സമ്പാദിച്ചു കൊടുത്ത വീടും പറമ്പും ഒരു ബ്ലേഡ് കമ്പനിക്കാരൻ കൊണ്ടുപോയി. അമ്മയും 2 മക്കളും പെരുവഴിയില്ല. കരകയറ്റണം. നിവർന്നു നിൽക്കാൻ കാലുകൾക്കുറപ്പില്ലെങ്കിലും കണ്ണും പൂട്ടി തിരിഞ്ഞു നടക്കാനാവില്ലല്ലോ. മേനോ സാറേ, 25 ലക്ഷം ഉറുപ്പിയുണ്ട് ഇതിനുള്ളില്. ഇത് മുഴുവൻ മേനോ സാറിന്റെ ബുദ്ധി കൊണ്ട് നേടിയതാ. ഇത് വീതം വെക്കുമ്പോ ശതമാന കണക്കൊന്നും ഞങ്ങൾ പറയില്ല. എത്ര വേണോ ഇതിന്ന്? അല്ല, ഇനിയിപ്പോ ഇത് മുഴുവനും 500 ഉറുപ്പിക വേണം രാവിലെ വരെ തിരിച്ചയക്കാൻ. വിദേശത്തേക്ക് വിളിക്കാൻ കഴിയുമോ ജയപ്രകാശിന്റെ ഫോണിൽ നിന്ന്? ISD എന്റെ ഫോണിലുണ്ട്. ഒന്ന് വേണം, ഒരിത്തിരി മദ്യവും. തലച്ചോറിലെ ഇരുള് വീണ ഫാക്കൽറ്റികളെ ഒന്ന് ലിറ്റപ്പ് ചെയ്യാൻ. മേനോ സാറേ, ഒന്നുമില്ല. സത്യത്തില് നിങ്ങൾ ആരാ? അറുപതിൻ്റെ തുടക്കത്തില് മദ്രാസ് ലോ കോളേജിൽ നിന്ന് BL കഴിഞ്ഞ് കോഴിക്കോടെത്തി. കോടതിക്ക് പുറത്തുള്ള വ്യവഹാരങ്ങളിലായിരുന്നു എനിക്ക് താല്പര്യം. ഓരോ രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രങ്ങളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴെല്ലാം അതെൻ്റെ ജീവിതത്തെയും ബാധിക്കാൻ തുടങ്ങി. ഗാന്ധിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, ഹ്യൂമനിസം, റാഡിക്കൽ ഹ്യൂമനിസം, മാറി മാറി സ്വീകരിച്ച മന്ത്രദീക്ഷകൾ. അമ്മ എന്ന ലക്ഷ്മിയമ്മ, ആദ്യ ഭാര്യ, അവളുടെ എലീറ്റ് ക്ലാസ് ക്ലെൻലിനെസ്, മനം പുരട്ടുന്ന ആഭിജാത്യത്തിൻ്റെ കൊച്ചമകളി താങ്ങാവുന്നതിനപ്പുറമായപ്പോഴാണ് വിട്ടുപോയത്. കൂടല്ലൂരിലെ ഒരു തേയിലത്തോട്ടത്തിലെ മാനേജർ ഉദ്യോഗം. ആ ഒറ്റപ്പെടലിൽ ആദ്യം വീട്ടുജോലിയും പിന്നെ കൂട്ടുകിടക്കാനും തയ്യാറായ ഗ്രേസി എന്ന പെൺകുട്ടി, ഒരു പാവൻ തോട്ടം തൊഴിലാളിയുടെ മോള്. കൂടല്ലൂർ വിട്ടുപോരുമ്പോൾ ഈ 2 കുട്ടികളും ജനിച്ചിരുന്നു. ഇരിട്ടിയിലെ ഒരു വീടും സ്ഥലവും വാങ്ങി താമസമാക്കി. അച്യുതനെ അബ്രഹാമാക്കാൻ ചില പള്ളിക്കാരും പൊട്ടക്കാരും. ഒരു പുതിയ പേര് സ്വീകരിക്കുന്ന പ്രയാസമൊന്നുമില്ല. പുതിയ ശരീരവും മനസ്സും പള്ളിക്ക് തരാൻ കഴിയുമെങ്കിൽ. മകൾക്കൊരു വിവാഹാലോചനയായിട്ട് ആരും വരില്ലെന്നായപ്പോഴാണ് അവിടെ വിട്ട് അലച്ചിൽ തുടങ്ങിയത്. ഫലമൊന്നും ഉണ്ടായില്ല. മിശ്രവിവാഹത്തിലെ സന്തതിയായതുകൊണ്ട് മാത്രമല്ല, സ്ത്രീധന കച്ചവടച്ചന്തയിലെ വിക്കാപ്പുരുളായി പോയി പാവം. ഫോണിങ്ങാ. അല്ല, ഈ പാതിരാത്രിയിൽ ആരെ വിളിക്കുന്നത്? നമ്മളെല്ലാം ഇരുട്ടില്. ഭൂമിയുടെ മറുവശത്ത് ഇപ്പോൾ പ്രഭാതമല്ലേ. അമേരിക്കയിലുള്ള മകള്, പിന്നെ യാത്രക്കിടയിൽ ഇപ്പം ജനീവയിലുള്ള മകൻ.
സായിപ്പിൻ്റെ ഭാഷ പറഞ്ഞ അവരുടെ സ്റ്റെപ്പ് ബ്രദറിനെയും സ്റ്റെപ്പ് സിസ്റ്ററിനെയും ഒരു ചായക്കടയുടെ ചായപ്പീന്ന് രക്ഷിക്കാൻ സഹായിക്കുമെന്നറിയണം. ഒരു തരത്തിൽ പറഞ്ഞാൽ 2 മക്കളെ കിടപ്പാടം വീണ്ടെടുക്കാൻ മറ്റ് 2 മക്കളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോകുന്ന ഒരു ഗതികെട്ട അച്ഛൻ. റോയ്സ 2 കാപ്പി. ഇങ്ങനെ CHന്റെ ഫോണിൽ നിന്ന് വിളി പോയപ്പോ അമേരിക്കയിലുള്ള മകളും ജനീവയിലോ മറ്റോ ഉള്ള മകനും പിന്നെ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. വെബ് ക്യാമലോ? ക്യാമറ ഒന്നുമില്ല, ഡയലോഗ് അടിയായിട്ടാ. വിശദമായിട്ടൊരു കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത് പണി കൊടുക്കുന്നായിരുന്നു ഭീഷണി. ബോണ്ട വേണ്ട. എന്ത് പണി? ഇടി ഇത്ര കൊമ്പത്തുള്ള മക്കളുണ്ടായിട്ടും പട്ടിണി കിടക്കേണ്ടി വന്ന ഒരു പാവ അച്ഛന്റെ കഥയായിരിക്കും ആ കുറിപ്പ്. അതിലവർക്ക് എന്തിനാ അത്ര പേടി? അവരുടെ അമ്മയും മേനോനും ലീഗലി പിരിഞ്ഞതല്ലേ? അതൊക്കെ കോടതിയിൽ പറയാൻ പറ്റുന്ന ന്യായം. ഇടി അയാളുടെ മകനെന്ന് പറഞ്ഞ കക്ഷിയില്ലേ, അയാൾ ഈ UN-ന്റെ എന്തെന്നാ തേങ്ങാപ്പിണ്ണാക്ക് സെക്രട്ടറി ജനറലോ? സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധ്യതയുള്ള ഇന്ത്യയുടെ പ്രതിനിധിയാണെന്നാണ് പറയുന്നത്. ഇമാതിരി ഒരു ന്യൂസ് കിട്ടിയാൽ നാഷണൽ മീഡിയ അത് ആഘോഷിക്കില്ലേ? ഒരു ദേശീയ താരം, അതും ഒരു മലയാളി, പൊളിച്ചെടുക്കാൻ കിട്ടുന്ന ചാൻസ് അല്ലേ? എന്നിട്ട് ഇപ്പൊ എന്തായി അവസാനം? എന്താവാൻ, 25 ലക്ഷം റുപ്യ കൊടുക്കാന്ന് സമ്മതിച്ചു മക്കള്. അപ്പൊ ഫ്രോഡ് കളിയിൽ നിനക്ക് തികഞ്ഞൊരു ഗുരുവായി. നീ ആ ബില്ല് കൊടുക്ക. ഗോൾഡൻ മാളിന് വില പറയാൻ ഒരാൾ വരുന്നുണ്ട്, ഒരു NRI പുലി. CHനെ കൂട്ടി അങ്ങോട്ട് പോണം. ചില്ലറ വീഴണ കേസാണ് മോളെ. നമസ്കാരം സാർ. ഓ ഇവിടെ ഉണ്ട് ജോയേട്ടാ. ഞങ്ങള് ഇതാണ് പ്രോപ്പർട്ടി. ഏതാ കോട്ട്? നിനക്ക് മനസ്സിലായില്ല? ഇല്ല. അതാണ് മധുസൂദന പണിക്കർ. ദുബായിലും ആഫ്രിക്കയിലും ഒക്കെ കളി. പണിക്കർക്ക് ഇതൊരു പുതിയ കപ്പലിന്റെ വാങ്ങുമ്പോഴത്തെ കേറാ. ഇന്ന് തന്നെ സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം. പണിക്കർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ടോ? ഇക്കുറി പണിക്കർ അത് വാങ്ങുന്നാ കേൾക്കുന്നത്. ആളൊരു പ്രാഞ്ചേട്ടനാ, കണ്ടറിഞ്ഞു. ഈ വന്ന ബോസിനെ മനസ്സിലായോ? ഇല്ല. ഇതാണ് ഗോൾഡൻ പാപ്പൻ. ഓ, ഇയാളെന്താണ്ടായി നീലത്തുമ്പിന്റെ മേളിൽ? ജാഗറുവാങ്ങാൻ പാപ്പനും മടിക്കൊത്തൊന്ന് തപ്പിയാ മതി. പക്ഷെ അത് പിശുക്കെന്ന് പറഞ്ഞാലേ ഈ നാട്ടില് പാപ്പനെ കഴിഞ്ഞിട്ട് വേറെ പിശുക്കനുള്ളൂ. ഇതാണ് ആ ചെങ്ങായിന്റെ സ്വഭാവം. ആ വണ്ടി നിർത്തി സ്റ്റാൻഡിൽ ഇടാനേ ഉള്ളൂ. എന്തോ ഒന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് നട്ടാതെ പാപ്പം കൂടില്ല. നമസ്കാരം പാപ്പ ചേട്ടാ. നമസ്കാരം രായനെ. ക്ലബിൽ പോക്കൊക്കെ ഉണ്ടോ? എന്നതാ ജോയിയെ, തടിയൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ടല്ലോ. കുറഞ്ഞു. കുറച്ച് കൂടി. ഈശോയെ, ഇതാര്? അഹമ്മദൊക്കെ ഉണ്ടല്ലോ. ഇക്കാന്നൊന്നും വിളിക്കല്ലേ പാപ്പൻ ചേട്ടാ. പിന്നെ വിളിക്കാതെ. നമ്മുടെ പേരിലേ ഗോൾഡൻ ഉള്ളൂ. കേരളത്തിലെ ഗോൾഡ് കച്ചവടം കൺട്രോൾ ചെയ്യുന്ന ആളല്ലേ അഹമ്മദ് കാ. എവിടെ? ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നേരിൽ കാണാനും ഒന്ന് തൊടാനും കഴിഞ്ഞല്ലോ. അപ്പൊ രായനെ എങ്ങനെ, നിങ്ങൾ അത് കയറി കാണുന്നോ അതോ നമ്മൾ എവിടെങ്കിലും ഇരുന്ന് സംസാരിക്കണോ? ഒന്ന് ഇരിക്കല്ലേ? എന്നാ വീട്ടിലേക്ക് പോ. ആയിക്കോട്ടെ. പാപ്പഞ്ഞന്റെ വീട്ടിലേക്കാ ഞങ്ങൾ. നീ വണ്ടി എടുക്ക CH. ഇത് കൂടെ വിട്ടില്ലെങ്കിലേ പണിപ്പാളും മോനെ.